ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റലർക്കിൻ്റെ ഫിനാലെ എപ്പിസോഡ് 8 ആണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ടാഞ്ചറോനാണ് കാണിക്കുന്നത്. ടാഞ്ചറോ ഒരു ഫ്ലഷിനകത്താണ്. അവൻ പറയുന്നുണ്ട്, ഈശ്വര, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് നെസുക്കോടെ കൂടെ വീട്ടിലേക്ക് പോകണം. ഇതേ സമയം മൂസൻ ടാഞ്ചറോന്റെ കയ്യിലേക്ക് കയറുന്നുണ്ട്. ഇതിൽ മൂസൻ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്റെ വീട്ടിൽ ആരുമില്ല, നിന്റെ അച്ഛനും അമ്മയും ഇല്ല. നീ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ടാഞ്ചറോ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ എല്ലാം. അത് മാത്രം മതി എനിക്ക് അവിടെ ജീവിക്കാൻ. പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്. ഇത് കേട്ടത് മൂസാൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അനിയത്തിയോ? അതിന് നീ അവളെ കൊന്നു കളഞ്ഞില്ലേ? ഇനി ആരുണ്ട് നിനക്ക് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് അവൻ പറയുന്നുണ്ട്, ഇല്ല, അവളെ ഞാൻ കൊന്നിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ടാഞ്ചറോ എഴുന്നേക്കാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ടാഞ്ചറോന്റെ ആൻസിസ്റ്റേഴ്സ് ഇല്ലേ, അവരുടെ കൈ ടാഞ്ചറോനെ പൊക്കി എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മരിച്ചു പോയവരാണ്, നിങ്ങളൊക്കെ ചത്തൊടിഞ്ഞവരാണ്, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് മൂസാൻ നമ്മുടെ ടാഞ്ചറോന്റെ ആൻസിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ഇവൻ അവന്റെ ഫ്രണ്ട്സിനെ വരെ കൊന്നുകൊണ്ട് വന്നവനാണ്, ഇവൻ എല്ലാവരെയും കൊന്നു. അവർക്കിനി ഇവൻ തിരിച്ചു വരണ്ട എന്നതാണ് അവരുടെ തീരുമാനം. ഇനി ഇവൻ തിരിച്ചു പോയാലോ അവരാരും ഇവനെ മൈൻഡാക്കാൻ പോകുന്നില്ല, അവരാരും ഇവനെ ഫ്രണ്ട്സായി ഇനി കൂട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടാഞ്ചറോ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് എങ്ങനെയും തിരിച്ചു പോകണം, എനിക്ക് അവരോട് മാപ്പ് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. കേട്ടത് മൂസാൻ പറയുന്നുണ്ട്, ഇല്ല, നിന്നെ ഞാൻ വിടില്ല, നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മാത്രം മതി. എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ളവനാണ് നീ ഒരുപാട് കാലം ജീവിക്കും, നീ ഒരു വലിയ ഡീമനായി മാറും. ഡീമൻ ആയിട്ടില്ലെങ്കിൽ നീ ഉടനെ മരിച്ചു പോകും, കാരണം നിനക്ക് ആ മാർക്കുണ്ട്. നിനക്ക് നിന്റെ ഇഷ്ടകാലം വരെ നിനക്ക് ജീവിക്കാൻ പറ്റും. ഇത് കേട്ട ടാഞ്ചറോ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടകാലം ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് മനുഷ്യനായി തന്നെ മരിച്ചാൽ മതി, അതേപോലെ തന്നെ എനിക്ക് ജീവിച്ചാലും മതി. എടുക്കുന്ന മൂസാനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ടാഞ്ചറോനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയുന്നുണ്ട്, നീ തിരിച്ചു പോകാനോ? നീ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മരിച്ചവരോ? അവരൊക്കെ വെറുതെ ആകത്തില്ലേ? അവരൊക്കെ എന്തിനാണ് മരിച്ചു വീണത്? അതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ലെന്ന് മൂസാൻ ചോദിക്കുന്നുണ്ട് ടാഞ്ചറോനോട്. മൂസാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ടാഞ്ചറൊക്കെ ഷോക്കായി നിന്നു പോകുന്നുണ്ട്. അവന് പറയാൻ ഉത്തരങ്ങളില്ല, കാരണം അവന് വേണ്ടി ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കരയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാഞ്ചറോനെ ഇതുവരെ ടാഞ്ചറോ കണ്ട മരിച്ചുപോയ ഒരുപാട് ആശ്വാസമുണ്ട്. അവരുടെ കൈ എല്ലാം വന്നിട്ട് ടാഞ്ചറോനെ ആ ഫ്ലഷിൽ നിന്ന് പൊന്തിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാഞ്ചറോ ഉയർന്നു പൊന്തുന്നുണ്ട്. പക്ഷേ മൂസാൻ ടാഞ്ചറോനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടാഞ്ചറോയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിനോബുവിന്റെ സ്മെല്ല് കിട്ടും. അത് ഷിനോബുവിന്റെ സ്മെല്ലല്ല, ശരിക്കും നമ്മുടെ മിസ്റ്റീരിയസ് ഫ്ലവർ ഇല്ലേ, അതിന്റെ സ്മെല്ലാണ്. ആ പൂവിന്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് കൈ വരുന്നുണ്ട്. ആ കൈ നമ്മുടെ ടാഞ്ചറോന്റെ അടുത്തേക്കാണ് വരുന്നത്. അത് നമ്മുടെ ടാഞ്ചറോനെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. ആ കൈ കണ്ടത് നമ്മുടെ ടാഞ്ചറോ അവന്റെ കൈ കൊടുക്കുന്നുണ്ട്. ടാഞ്ചറോ ആ കൈ പിടിച്ചതോ ആ കൈ പിടിച്ച് ടാഞ്ചറോനെ മുകളിലോട്ട് ഉയർത്തുന്നുണ്ട്. എന്നിട്ട് ടാഞ്ചറോട് പറയുന്നുണ്ട്, ചേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ മൂസാനൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇല്ല ടാഞ്ചറോ, നീ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. സണ്ണിനെ വരെ കോൺക്രീ ചെയ്തവനാണ് നീ ഒരിക്കലും തിരിച്ചു പോകരുത്. മരിച്ചവരുടെ വാക്ക് നീ കേൾക്കരുത്. അവർക്ക് നിന്നോട് അസൂയാണ്. ഇത്രയും പേര് മരിച്ചിട്ട് നീ സർവൈവ് ചെയ്തില്ലേ, അതിന്റെ അസൂയ. ഇത് കേട്ടത് നമ്മുടെ ടാഞ്ചറോ പറയുന്നുണ്ട്, അല്ല, അതങ്ങനെയല്ല. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം കൊടുത്തത്, അല്ലാതെ അവർ സ്വയം അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അവർ ജീവിച്ചത്. അവർ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ടാഞ്ചറോ പറയുന്നുണ്ട്, അവർക്കെല്ലാം വളരെ മോശമായൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറന്ന് നല്ലൊരു ജീവിതം എല്ലാവർക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവർ. ഇതൊക്കെ കേൾക്കുന്ന മൂസാൻ പറയുന്നുണ്ട്, ഇല്ല ടാഞ്ചറോ, നീ പോകരുത്. നീ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ആളാണ്. ഇത് ദൈവം തീരുമാനിച്ചതാണ്. നീ ഒരിക്കലും പോകരുത്. എൻ്റെ എല്ലാ ആഗ്രഹവും നീ ഒരു വലിയ ഡീമനായി മാറും, നീ ഒരു ഡീമൻ കിങ്ങായി മാറും, നിനക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റും. നീ ഒരിക്കലും പോരുത്. മരിച്ചയുടെ വാക്ക് നീ ഒരിക്കലും കേൾക്കരുത് ടാഞ്ചറോ, നീ ഒരിക്കലും പോയി തന്നെ അവൻ മൂസാൻ അവിടെ കാല് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ മിസ്റ്റീരിയസ് ഫ്ലവറില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കൈ വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെയും ഗിയുവിൻ്റെയും ഇനോസിക്കേൻ്റെയും സെനിറ്റ്സുവിൻ്റെ ഒക്കെ. ഇവിടെ എല്ലാവരുടെയും കൈ കാണുന്നവർ നമ്മുടെ ടാഞ്ചറോയ്ക്ക് ഒരുപാട് സന്തോഷം വന്നിട്ടുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അവർ നമ്മുടെ ടാഞ്ചറോനെ ഉയർത്തുന്നുണ്ട് മുകളിലേക്ക്. ഈ കൈയല്ല നമ്മുടെ ടാഞ്ചറോനെ മുകളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നമ്മുടെ മൂസാൻ വിടുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്ത്, എനിക്ക് എങ്ങനെ ജീവിക്കണം? നമ്മുടെ ടാഞ്ചറോനോട് പറയുന്നുണ്ട്, ടാഞ്ചറോ, നീ ഒരിക്കലും പോരുത്, ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ടാഞ്ചറോന്റെ കാല് പിടിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ടാഞ്ചറോ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ മൂസാന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്നുണ്ട്. മൂസാനായിട്ട് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാഞ്ചറോ മിസ്റ്റീരിയസ് ഫ്ലവറിന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. അവന് ചുറ്റും മിസ്റ്റീരിയസ് ഫ്ലവർ ഉണ്ട്. പെട്ടെന്ന് തന്നെ ആ ഫ്ലവേഴ്സൊക്കെ അവിടുന്ന് മാറുന്നുണ്ട്. അങ്ങനെ ഒരു നീലാകാശം അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാഞ്ചറോ ഭൂമിയിൽ കണ്ണ് തുറക്കുന്നുണ്ട്. ടാഞ്ചറോന്റെ ചുറ്റും ഡീമൺ സ്ലേയേഴ്സും ഗിയു, മൊറാട്ടെ, നമ്മുടെ സെനിറ്റ്സും ഇനോസിക്കി ഒക്കെ ഉണ്ട്. അങ്ങനെ ടാഞ്ചറോ പറയുന്നുണ്ട്, ക്ഷമിക്കണം, എന്നോട് എല്ലാവരും ക്ഷമിക്കണം, നിങ്ങളുടെ ഇഞ്ചുറീസ് ഒക്കെ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. ടാഞ്ചറോ കണ്ണ് തുറന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അവരങ്ങനെ കൈകൊട്ടി ആഘോഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇനോസിക്കെ പറയുന്നുണ്ട്, ടാഞ്ചറോ,
കുഴപ്പമില്ല, നീ തന്ന മുറിവ് അത്രയും വലുതൊന്നുമല്ല. ഇത് കേട്ട് നമ്മുടെ സെനിറ്റ്സ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ക്ഷമിക്കും ടാഞ്ചറോ, കാരണം എന്റെ ഭാര്യ നിന്റെ അനിയത്തിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ടാഞ്ചറോ കണ്ണ് തുറന്നതും നമ്മുടെ നെസുക്കോ നമ്മുടെ ടാഞ്ചറോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സും നമ്മുടെ കനോവയോട് പറയുന്നുണ്ട് ടാഞ്ചറോ കണ്ണ് തുറന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ഈ കാര്യം അറിയുന്നുണ്ട്, ടാഞ്ചറോ കണ്ണ് തുറന്നത്. അവൾ നമ്മുടെ ടാഞ്ചറോനെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ യൂഷിറോനെയാണ് കാണിക്കുന്നത്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ യൂഷിറോ അവിടെ നിന്ന് കരയുന്നുണ്ട്. അവൻ്റെ അടുത്ത് നമ്മുടെ തമയോസാൻ്റെ ഒരു ക്ലിപ്പും ഉണ്ട്, നമ്മുടെ തമയോസാൻ യൂസ് ചെയ്ത. അങ്ങനെ നമ്മുടെ യൂഷിറോ പറയുന്നുണ്ട് അവസാനം എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മൂസ മരിച്ചിട്ട് 3 മാസത്തിന് ശേഷമാണ്. ഇവിടെ പറയുന്നുണ്ട് ഇപ്പം നല്ല ശാന്തതയുണ്ട്. ടാഞ്ചറോന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈനോസിക്ക് നമ്മുടെ സെനിറ്റ്സും കിടക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നെസുക്കോയും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ടാഞ്ചറോന്റെ കൈ കാണിക്കുന്നത്. അവന് റീജനറേറ്റ് ആയ കൈയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിളവന്റെ കൈ പോലെ ഉണ്ട്. അത് അവന് അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവന് പൊക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്റെ കൈക്കാണെങ്കിൽ തൊട്ടാ പോലും അറിയുന്നില്ല. അവന്റെ എൽബോ പോലും ഓക്കെ അല്ലായിരുന്നില്ല. അപ്പം നമ്മുടെ ടാഞ്ചറോ ചോദിക്കുന്നുണ്ട് നെസുക്കോ നീ ഓക്കെ അല്ലേ, ഞാൻ ടോട്ടലി ഫൈൻ ആണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ടാഞ്ചറോന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ചേട്ടൻ എന്നോട് സോറി ചോദിക്കാനൊന്നും പാടില്ല. ഇനി എന്നോട് എന്തെങ്കിലും സോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ട് നല്ലോണം കിട്ടുട്ടോ എന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമാണ്, കാരണം എന്റെ ചേട്ടൻ ജീവനോടെ തിരിച്ചു വന്നല്ലോ. എന്റെ ചേട്ടൻ ഒരു ഡീമനാവാതെ പഴയതുപോലെ തന്നെ വന്നല്ലോ. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. യു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചിലപ്പോൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിലോ എന്ന്. അപ്പൊ തന്നെ എനിക്കതുപോലെ തോന്നിയിരുന്നു. പക്ഷെ യൂഷുറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്ന്. ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ്. അതേ സമയം തന്നെ ഷിനോബുബിന്റെ ആ മരുന്നിലായിരുന്നെങ്കിൽ ചേട്ടൻ ശരിക്കും ഡീമനായി നിന്നേനെ. ഈ ടീമിൽ തന്നെ നമ്മുടെ ടാഞ്ചറോനെ കാണാൻ യൂഷുറോ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട് നീ ശരിക്കും പവർഫുൾ ആയ ഒരു ഡീമനായിരുന്നു. ഉദാഹരണത്തിന് മൂസാനെക്കാട്ടും ഒരുപാട് പവർഫുൾ. നിനക്ക് ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു. നീ പെട്ടെന്ന് തന്നെ സൺലൈറ്റിനെ ഓവർകം ചെയ്യാൻ പഠിച്ചു. നീ ഒരുപാട് പവർഫുൾ ആയിരുന്നു ആ നേരം. നിനക്ക് നെസുക്കോടെ നിനക്ക് മൂസാനെക്കാട്ടും ഒരുപാട് പവർ ഉണ്ടായിരുന്നു ആ നേരം. ഈ സമയം തന്നെ നമ്മുടെ യൂഷുറോ പറയുന്നുണ്ട് ടാഞ്ചറോ നീ ശരിക്കും പവർഫുൾ ആണ്, നീ ശരിക്കും അമേസിംഗ് ആണ്. കേട്ട നമ്മുടെ ടാഞ്ചറോ അവിടുന്ന് കരയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അല്ല, ഞാനല്ല, എന്റെ കൂടെ ഉള്ളവർ കാരണമാണ് ഞാൻ അവിടെ ജയിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവിടെ തോറ്റുപോയേനെ. ഞാൻ ശരിക്കും ഒന്നുമല്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ അമേസിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ ശരിക്കും ഒരു പൊട്ടനാണ്, നിന്റെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയം തന്നെ ടാഞ്ചറോ പറയുന്നുണ്ട് യൂഷിറോ നീ ഒരിക്കലും മരിക്കരുത്, നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. ഇത് കേട്ടതും യൂഷിറോ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. ടാഞ്ചറോ പറയുന്നുണ്ട് നിനക്ക് മാത്രമേ തമയോസാന്റെ ഓർമ്മകൾ കൊണ്ടു നടക്കാൻ പറ്റൂ. നീ ജീവിതകാലം മുഴുവൻ ജീവിക്കണം, നീ ഒരുപാട് കാലം ജീവിക്കണം, എന്നാൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ യൂഷിറോ ഒന്നും പറയാതെ ആരോടും ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം യൂഷിറോനെ ആരും കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ടാഞ്ചറോ ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ ഗിയു മറ്റുള്ളവരൊക്കെ എവിടെ? അപ്പോൾ നെസുക്കോ പറയുന്നുണ്ട് അവർക്ക് ഉപേക്ഷിക്ക് മാൻഷനിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഉപേക്ഷിക്ക് മാൻഷനാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഗിയു നമ്മുടെ സനമിയുണ്ട്. ഇന്നാണ് അവസാനത്തെ പില്ലർ മീറ്റ്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ വിട്ട് പോയി കഴിഞ്ഞു. ഇനി ഡീമൺ സ്ലേയേഴ്സ് ഉണ്ടാവില്ല. ഇതോടുകൂടി ഡീമൺ സ്ലേയേഴ്സ് എന്ന സംഘടന ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് കിര പറയുന്നുണ്ട്. പിന്നെ അവൻ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരെയും സംരക്ഷിച്ചതിന്. നിങ്ങളുടെ എല്ലാവരെയും സംരക്ഷിച്ചു. അപ്പോൾ അവൻ്റെ അനിയത്തിമാരും പറയുന്നുണ്ട് അത് നിങ്ങളെല്ലാവരെയും സംരക്ഷിച്ചു, നിങ്ങളുടെ ജീവിതം പോലും റിസ്കിലാക്കി എല്ലാവരെയും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു. ഇതും പറഞ്ഞ് ഇവർ 3 പേര് അവിടുന്ന് വണങ്ങുന്നുണ്ട്. സനമ്യം പറയുന്നുണ്ട് വേണ്ട, ഇതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ഒരിക്കലും കുമ്പിടാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളില്ലെങ്കിൽ മാത്രമേ ഞങ്ങളും ജീവിച്ചിരിക്കാൻ പാടുള്ളൂ. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഡീമൺ സ്ലേയേഴ്സും ഡീമൺ ഹണ്ടേഴ്സും ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ടുള്ളൂ. നിങ്ങളോട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്, ഈ ഫൈറ്റിൽ വിജയിച്ചത്. നിങ്ങളുടെ അച്ഛനും ഒക്കെ വളരെ നല്ല വ്യക്തികളായിരുന്നു. കേൾക്കുന്ന നമ്മുടെ കിര അവിടുന്ന് കരയുന്നുണ്ട്. അവൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് അവൻ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഗിയും സനമയൊക്കെ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ആശ്വാസ് മീറ്റിംഗ് ഇതോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീൽ കണ്ടിരുന്നത് നമ്മുടെ ടെങ്കനാണ്. നമ്മുടെ ടെങ്കനും ഭാര്യമാരും കൂടെ നമ്മുടെ ടാഞ്ചറോനെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ടാഞ്ചറോ നാളെ ഡിസ്ചാർജ് ആണ്, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ റെങ്കോക്കുവിൻ്റെ അച്ഛനും നമ്മുടെ റെങ്കോക്കുവിൻ്റെ അനിയനും അങ്ങോട്ട് വരികയാണ്. നീ എൻ്റെ മകൻ്റെ ഹിൽറ്റിഗാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടടാ എന്ന് പറയുന്നുണ്ട് റെങ്കോക്കുവിൻ്റെ അച്ഛൻ. അല്ല, അതങ്ങനെയല്ല, റെങ്കോക്കുവിൻ്റെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ഈ ഫൈറ്റൊക്കെ ചെയ്തത്. അയാൾ എനിക്ക് എല്ലാവിധ പ്രചോദനങ്ങളും നൽകി എന്ന് ടാഞ്ചറോ പറയുന്നത് നമ്മുടെ റെങ്കോക്കുവിൻ്റെ അച്ഛനോട് നന്ദി പറയുന്നുണ്ട്. സമുദ്രം കേട്ട് സെനിറ്റ്സ് എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഈ സോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളില്ലേ, അവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ടാഞ്ചറോനെ കാണാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ തന്നെ ഭീഷണ നമ്മുടെ ഇനോസുക്കെ എയോന്റെ അടുക്കളയിൽ എത്തുന്നുണ്ട്. അവിടുന്ന് അവള് കാണാതെ ഇവൻ ഫുഡ് അടിച്ചു മാറ്റി തിന്നുന്നുണ്ട്. അപ്പോൾ എയോ ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. എടാ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് അടിച്ചു മാറ്റി തിന്നരുതെന്ന്, നിനക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനോസുക്കെ പറയുന്നുണ്ട് ഇല്ല, ഞാൻ ഫുഡൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. തന്നെ അവളൊരു പ്ലേറ്റിൽ നിറച്ച് ഫുഡ് നമ്മുടെ ഇനോസുക്കെ കൊടുക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നിനക്ക് ഫുഡ് വേണമെങ്കിൽ എന്നോട് പറയണം, ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും എന്നോട് ചോദിക്കണം, എന്നോട് മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് എല്ലാ ഫുഡും ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അടുത്ത സൈഡിൽ നമ്മുടെ കാനോനെയാണ് കാണിക്കുന്നത്. അവളോട് നമ്മുടെ ടാഞ്ചറോ വിളിക്കുന്നുണ്ട് കാനോ നീ ഇപ്പോൾ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കണ്ണൊക്കെ ഓക്കെ അല്ലേ,
നിന്റെ ബോഡി പെയിനൊക്കെ മാറിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കനോവ പറയുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോൾ പഴയതുപോലെ ബോഡി പെയിൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് നന്നായി കണ്ണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് മുന്നേ നമ്മുടെ സനമി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ടാഞ്ചറോ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അദ്ദേഹത്തെ കാണാൻ മറന്നുപോയി, എൻ്റെ വിഷസൊക്കെ അദ്ദേഹത്തിനെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവിടെ വന്നിട്ടേ ഉള്ളൂ, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എനിക്ക് ഈ കാബുറ മാറുവിനെ തരാമെന്നതാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒബനായിൻ്റെ ആ വൈറ്റ് സ്നേക്കില്ലേ അതിനെ. അടുത്ത സീനിൽ നമ്മുടെ നിസുക്കോയും നമ്മുടെ സനമിയും നേർക്ക് വരുന്നുണ്ട്. ഇവർ മുന്നേ നേർക്ക് വന്നത് ഫൈറ്റിന്റെ ഇടയിലായിരുന്നു, ഇവരിപ്പോൾ നേർക്ക് വരികയാണ്. നിസുക്കോ അപ്പം തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. നമ്മുടെ സനമി എന്ന് പറഞ്ഞിട്ട് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല മര്യാദയ്ക്ക്. ഇല്ല നിങ്ങളുടെ മുറിവൊക്കെ ഓക്കെ അല്ലേ, നിങ്ങൾക്കിപ്പോൾ പെയിൻ ഒന്നും ഇല്ലല്ലോ എന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സനമി പറയുന്നുണ്ട്, ഇല്ല എല്ലാം ഓക്കെയാണ്, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ചു കാലം ഉറക്കത്തിലായിരുന്നു പറയുന്നുണ്ട്. ഇത് കേട്ടതും നെസുക്കോ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ 2.5 വർഷക്കാലം നിർത്താതെ ഉറങ്ങിയിട്ടുണ്ട്, അപ്പോഴാണോ ഇത് എന്ന് പറഞ്ഞാൽ അവൾ ചിരിക്കുന്നുണ്ട്. ഇവളിത് ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സനമിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അവൻ്റെ മരിച്ചുപോയ സഹോദരൻ്റെ മുഖം അവൻ കാണുന്നുണ്ട്. അവൻ സന്തോഷമായിട്ട് അവിടെ തലയ്ക്ക് അവൻ തൊടുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൻ വാത്സല്യത്തോടെ പറയുന്നുണ്ട്, മോളെ നീ നന്നായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദൂരത്ത് നമ്മുടെ സെനിറ്റ്സ് കാണുന്നുണ്ട്. അവൻ ദേഷ്യം പിടിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാ അവളെ തലയെ തൊട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സെനിറ്റ്സിന് ദേഷ്യം വരുന്നുണ്ട്. അടുത്തതിൽ നമ്മുടെ ടാഞ്ചറോയും നമ്മുടെ നെസുക്കോയും കൂടെ സക്കോജി ഉറക്കടാക്കിൻ്റെ അടുത്ത് നമ്മുടെ ഗ്യൂവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരൊരുമിച്ച് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇതുവരെ മരിച്ച എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അടക്കിയിട്ടുള്ള കല്ലറകളില്ലേ അവിടേക്ക് ഇവർ എല്ലാവരും കൂടെ പോകുന്നുണ്ട്. ഇവിടെ ഫ്ലവേഴ്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇനോസുക്കെ ഫ്ലവേഴ്സ് എടുത്തിട്ട് എല്ലാ കല്ലറയിലേക്കും ഓടിയിട്ട് വലിച്ചെറിയുന്നുണ്ട്. സെനിറ്റ്സ് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെയും ചെയ്യരുത്, നോക്ക് വലിയ ശാപവും കിട്ടുട്ടോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ സാഗുറനെ കാണുന്നുണ്ട്. സാഗുറനെ കണ്ടത് ഇവരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടാഞ്ചറോന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ടാഞ്ചറോന്റെ ആൻസിസ്റ്റേഴ്സിന്റെ ശവകുടീരമുണ്ട്. അവിടെ ഈ 4 പേര് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നേരെ ആ വീട്ടിലേക്ക് പോയിട്ട് ആ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരൊരുമിച്ച് കുളിക്കുന്നുണ്ട്, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവരൊരുമിച്ച് ഉറങ്ങുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു വലിയ ബിൽഡിംഗ് കാണിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്.